നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തനതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇറച്ചി വരട്ടാണ്. ഞാനിവിടെ എടുത്ത 2 കിലോ ഇറച്ചിയാണ്. അതിലേക്ക് തക്കാളി 1, വെളുത്തുള്ളി 10 അല്ലി, ഇഞ്ചി 1 കഷ്ണം, ചീരുള്ളി 10 എണ്ണം, ഒരു 4 പച്ചമുളക്, പിന്നെ മുളക് 2 ടീസ്പൂണ്, മല്ലിപ്പൊടി 4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണ്, പിന്നെ പെരുംജീരപ്പൊടി 1 ടീസ്പൂണ്, ഒരു ഉലുവ 1 ടീസ്പൂണ്, പിന്നെ കറിവേപ്പില ഒരു 4 അല്ലി, പാകത്തിന് ഉപ്പും ചേർത്ത് കേട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഒരു 8-10 മിനിറ്റ് നല്ലോണം അത് നീര് വരുന്നത് വരെ കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴക്കുക. എന്നിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക. വിറകിലാണ് ഉണ്ടാക്കേണ്ടത്. ഈ വിറകിൽ വെന്ത് വരണം ആ സാധനം. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒരു പാകത്തിനായി കഴിഞ്ഞാൽ അതിൻ്റെ വേവൊക്കെ നോക്കി നമുക്കത് ഇറക്കി വെക്കാം. ഇനി ഒരു കയ്യിൽ വെളിച്ചെണ്ണ എടുക്കുക, അത് ചൂടാക്കുക. അതിലേക്ക് ഒരു 6 ചീരുള്ളി ചെറുതാക്കി എറിഞ്ഞ് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഈ വെന്ത ഇറച്ചി അതിക്കടിട്ടിട്ട് ഇളക്കുകയാണ്. എൻ്റെ ചട്ടിയിലൊക്കെ കൊള്ളാത്തതോടെ ഞാൻ വേറെ ചട്ടി മാറ്റിയാണ്. എന്നിട്ട് അതിൽ കിടന്ന് കാട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ വേകട്ടെ. അടിയിൽ ചെറിയൊരു കനൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വല്ല തീ കൂട്ടരുത്. അതോണം തന്നെ ഒരു 3 സവാള, ഒരു 15 ചീരുള്ളി, 15 അല്ലി ചീരുള്ളി ഇതിങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു 2 കിലോ അരിയാണ് എടുത്തത്. അതിൽ കുറച്ച് ഉലുവയൊക്കെ പോയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ തേങ്ങയും ഈ ചീരുള്ളിയും സവാളയൊക്കെ കൈ കൊണ്ട് ഇങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് അവിടെ വെക്കുക. എന്നിട്ട് അടുപ്പത്ത് ഈ വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ അരി ഇടുക. അരി നമ്മൾ അളന്ന് ഇടണം. അരി ഏത് പാത്രത്തിലാണ് അളക്കണത് അതിൻ്റെ ഡബിൾ വെള്ളം എടുത്തിട്ട് ഞാനിവിടെ പിന്നെ കുറവ് അരിയാണ് എടുത്തത്. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് അത് വിളമ്പ്. അതന്നെ, അത്ര പണിയുള്ളൂ.